പാടി ചോദിക്കലും കേട്ടിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ സദ്യ കഴിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമല്ലേ? വിശദമായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്രാവശ്യം നമ്മൾ ആറന്മുള വെള്ളസദ്യ കഴിക്കാൻ കോഴഞ്ചേരി കരക്കാരുടെ പ്രത്യേക ക്ഷണം കിട്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. ഈ ആറന്മുള വെള്ളസദ്യക്ക് പങ്കെടുക്കുന്നത് ഇവിടെയുള്ള 52 കരക്കാരാണ്. കാലത്ത് നേരത്തെ പോവുകയാണെങ്കിൽ പള്ളിയോടങ്ങൾ ഒരുക്കുന്നത് കാണാൻ പറ്റും. ഈ 52 കരക്കാരിൽ 2 കരക്കാർക്ക് മാത്രമാണ് ഈ അയ്യപ്പ വിഗ്രഹം പള്ളിയോടത്തിൽ വെച്ചിട്ടുള്ളൂ. പള്ളിയോടത്തിൽ അയ്യപ്പ വിഗ്രഹം വെച്ചിട്ടുള്ള കാരണം ഓരോ വെള്ളസദ്യക്ക് പോകുമ്പോഴും അയ്യപ്പൻ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം കൂടി ഇവർക്കുണ്ട്. ഈ ആറന്മുള സദ്യ കഴിക്കാൻ തന്നെ അത്യാവശ്യം ഭാഗ്യം വേണം. അതെങ്ങനെയൊക്കെയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ അപ്പുറത്താണ് ഈ പള്ളിയോടത്തിൽ ക്ഷേത്രത്തിലോട്ട് വരിക എന്നുള്ളത്. ആ ഭാഗ്യം കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഈ കരക്കാരല്ലെങ്കിൽ ആറന്മുള വെള്ളസദ്യ കഴിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി നിങ്ങൾക്ക് അത്രയും കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ ക്ഷേത്രത്തിലോട്ട് വരിക. അവിടുന്ന് പള്ളിയോട സേവാ സംഘത്തിന്റെ ഓഫീസിലെത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ പാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കരക്കാരുമായി ബന്ധപ്പെടുക, അതല്ലെങ്കിൽ ഈ വെള്ളസദ്യ സ്പോൺസർ ചെയ്യുന്ന ആളുകളുണ്ടാവും, അവരുമായിട്ട് ബന്ധപ്പെടുക. ഓരോ വെള്ളസദ്യ വരുമ്പോഴും 120 പാസ് ഓരോ കരക്കാർക്കുള്ളതാണ്. അപ്പോൾ അതിന്റെ ഗ്യാപ്പിൽ നിങ്ങൾക്ക് കയറാൻ പറ്റുമെങ്കിൽ അതും ഒരു ലക്കാണ്. ഇനി ഇങ്ങനൊന്നും വെള്ളസദ്യ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ക്യാഷ് കൊടുത്തിട്ട് കഴിക്കാന്ന് പല ന്യൂസിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു സംഭവമല്ല. ഇനി KSRTC വന്നിട്ട് വെള്ളസദ്യ കഴിക്കാനാണെങ്കിൽ അത് ക്ഷേത്രത്തിനകത്ത് വെച്ചിട്ടല്ല, പുറത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ആ സദ്യ കൊടുക്കുന്നത്. അങ്ങനെ സദ്യ കഴിച്ചാലും ഈ പാടിച്ചൊല്ലലും ഇവിടുത്തെ ചടങ്ങുകളും ഒന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇനി അടുത്തൊരു ഓപ്ഷൻ എന്താ ഉള്ളത്? ഇനി നിങ്ങൾക്ക് വെള്ളസദ്യ കഴിക്കണം എന്നുണ്ടെങ്കിൽ നല്ലോണം ക്ഷമ വേണം. നിങ്ങൾ ഈ ഓരോ വെള്ളസദ്യ കഴിയുമ്പോഴും ചിലപ്പോൾ രണ്ടാമത്തെ പന്തിയിൽ ആൾ കുറവായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നൈസായിട്ട് നിങ്ങൾക്ക് അകത്ത് കയറി ഈ സദ്യ കഴിക്കാൻ പറ്റും. ഇങ്ങനെ ഒന്നും നിങ്ങൾക്ക് സദ്യ കിട്ടിയിട്ടില്ലെങ്കിൽ ആരും പറഞ്ഞു തരാത്തൊരു സ്വകാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ വരുന്ന സെപ്റ്റംബർ 14 ശ്രീകൃഷ്ണ ജയന്തി അന്ന് എല്ലാ ദേശക്കാരും അവരുടെ പള്ളിയോടങ്ങളുമായിട്ട് ഈ ക്ഷേത്രത്തിലോട്ട് വരും. അന്ന് വരുന്ന എല്ലാവർക്കും ക്ഷേത്രത്തിന്റെ വക നല്ല കിടിലൻ വെള്ളസദ്യ കിട്ടുന്നതായിരിക്കും. ഇവിടുത്തെ ഈ 64 കൂടുതൽ വിഭവങ്ങൾ വെച്ചിട്ടുള്ള കോഴഞ്ചേരിക്കാരുടെ കിടിലൻ വെള്ളസദ്യ കഴിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുള്ളത് ഇവിടുത്തെ ക്യാപ്റ്റനായിട്ടുള്ള വിപിന്റെയും നിഖിലിന്റെയും ക്ഷണപ്രകാരമാണ്. ഇനിയും നിങ്ങൾക്ക് ഈ വെള്ളസദ്യ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ കോഴഞ്ചേരി പള്ളിയോടത്തിന്റെ ഈ വീഡിയോക്ക് താഴെ ജസ്റ്റ് ഒരു കമന്റ് ചെയ്തോളൂ, അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചോളൂ. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു പാസ് നമ്മളോട് മാറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെ ഇത്രയും ഓപ്ഷൻസുകൾ പറഞ്ഞിട്ടും നിങ്ങൾ വെള്ളസദ്യ കഴിച്ചിട്ടില്ലെങ്കിൽ അതൊരു മോശമാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും പോയി വെള്ളസദ്യ കഴിച്ചിട്ട് ജസ്റ്റ് ഫീഡ്ബാക്ക് ഒന്ന് പറഞ്ഞോളൂ. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസുകൾ നമ്മുടെ ട്രാവഡൈൻ ചാനലുണ്ട്, ഫോളോ ചെയ്തു ഒപ്പം കൂടി കൊള്ളൂടാ.